മണ്ണ് വാരി എറിയാതെ കൊച്ചു. എടുക്കല്ലേ അതൊന്നും എടുക്കല്ലേ. അതൊക്കെ വീട്ടിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ കൊണ്ട് വെച്ചതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടേ. അതങ്ങ് പക്ഷെ ഒന്ന് പൊതയൊന്നും കൊടുക്കാത്തതിൻ്റെ വീട്ടിലങ്ങ് മോളെ പിടിക്കാതെ അങ്ങ് താഴെയായിപ്പോയി. താഴോട്ട് അങ്ങ് ഇതായി കേട്ടോ. പിന്നെ എല്ലാം 2 കമ്പൊക്കെ വെച്ച് പൊതയൊക്കെ കൊടുത്ത് പൊക്കാനുള്ള പരിപാടിയാണ്. മൊത്തം നല്ല രീതിയിൽ പടർത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് നോക്കുന്നത്. നല്ല രീതിയിൽ കാ പിടിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞപ്പം ഒരഭിപ്രായം പറഞ്ഞു. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ 2 പേരും കൂടി ഇങ്ങനെ അതിൻ്റെ പുറകെ നടക്കുകയുണ്ട്. ഞാനിപ്പോൾ അവിടെ കുഴിച്ചിട്ട് കുഴിയാണ് അത് മൊത്തം മണ്ണിട്ട് മൂടി ഇതുപോലെ പോകാൻ ഉണ്ട്. അടുത്തൊരു തടി ഇട്ട് നാട്ടാൻ വേണ്ടി വെച്ചതാണ് മൊത്തം അത് മണ്ണിട്ട് മൂടി. കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ 2 പേരും കൂടെ അതിൻ്റെ കൂടെ ഇറങ്ങും. ശരി അതൊക്കെ എവിടെ വെക്ക്. നീ ഇറങ്ങി കാട്ടിൽ നിന്ന് ഇറങ്ങി കൊച്ചു അമ്മച്ചി വിളിച്ച് പോ. ഓട്ടിച്ച് മുറ്റം മൊത്തം കുളമാക്കി. ഫോണൊന്നുമില്ല. ടി വിക്കകത്ത് കൊച്ചു TV ആണ്. അത് പോയി പിന്നെന്തിനാ ഫോണ്? ഫോട്ടോ ഒന്നുമില്ല. 2 പേരും കൂടെ പോയി വെള്ളം കുടി, നല്ലപോലെ വെള്ളം കുടി. എന്നിട്ട് അവിടെ പോയി കുറച്ച് നേരം. തടി കുഴിച്ചിടാൻ വേണ്ടി കുഴിച്ചിട്ട് കുഴിയോ മൊത്തം അത് അടച്ച് എൻ്റെ മോച്ചാൽ മൊത്തം അത് മൂടി കുഴിച്ചിട്ട് 2 പോകാതെ. മഴ കാരണം മൊത്തം പോച്ച പിടിച്ചു. പോച്ച മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എല്ലാം പുഴ വാരിയില്ല ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്ത്. പിന്നെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. കുറച്ച് കൊതുക് ഈ മഴ കഴിയപ്പോൾ തന്നെ ഈ പോച്ചെല്ലാം പിടിച്ചിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള കൊതുക്. നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ആസ്പെറ്റാസ് ഷീറ്റ് ഇട്ടേക്കുന്ന വീടായോണ്ടേ നല്ല രീതിയിൽ കൊതുക് മേളിൽ കയറും. അങ്ങനെ കുഴപ്പം. അത്താളുടെ മൂർച്ച മൊത്തം പോയി എല്ലാ രീതിയിലും. കുഞ്ഞുങ്ങളെ കിടന്ന് ഓടാതെ എവിടെയെങ്കിലും മറിഞ്ഞു വീഴും. 2 പേരുടെ മറിഞ്ഞു വീഴാൻ എവിടെയും. ഇത് ഇപ്പോഴേ ചെയ്തില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിതിന് മുമ്പ് പോന്നി ഭാഗത്ത് ജോലിക്ക് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചൊന്നും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ രുചിയില്ല, മധുരമൊന്നുമില്ല. നമ്മുടെ കഞ്ഞോളം കുടിക്കുന്ന പോലെ വീട്ടിലുണ്ടായതുകൊണ്ടേ ചുമ്മാന്ന് അറിയാമല്ലോ. പിന്നെ പെണ്ണ് പറഞ്ഞിട്ടുണ്ട് ഈ ഷാർജ ജ്യൂസൊക്കെ ഇരിക്കും അതിൻ്റെ കൂടെ ചെറുതായിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കളർ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഇതൊരു കൊണ്ട് ചുമ്മാ കൊണ്ട് വെച്ചതാ. എന്നാൽ എന്തെങ്കിലും അങ്ങ് റെഡി ആയത് വിളിച്ച് ചുമ്മാതെ വളം പറഞ്ഞ് 2 കമ്പ് കൊടുത്തു കഴിഞ്ഞാലേ അതങ്ങ് കിളിച്ച് നല്ല രീതിയിലായിക്കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ഇതായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫ്രഷ് സാധനമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മേടിക്കാൻ പാടായിരിക്കും. ഇവിടുത്തെ ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കും. അത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണമുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി കാണുമല്ലോ. അതുകൊണ്ടേ നോക്കാം.